തണ്ടും തടിയും തന്റേടവുമുള്ള മധ്യ തിരുവിതാംകൂർ അച്ചായന്റെ ആരെയും കൂസാത്ത പോരാട്ട വീര്യങ്ങൾ തന്റെ തൂലികയിലേക്ക് ആവാഹിച്ചെടുത്തതുപോലെയായിരുന്നു തലമുറകളെ ത്രസിപ്പിച്ച ആ കഥാപാത്ര നിര. കൂളിംഗ് ഗ്ലാസും സഫാരി സ്യൂട്ടും ചുണ്ടിൽ പുകയുന്ന സിഗരറ്റുമായി അടിമുടി സ്റ്റൈലിഷായി അവതരിപ്പിച്ച അദ്ദേഹത്തിന്റെ നായകന്മാർ ഹീറോയ്ക്കും വില്ലനുമിടയിൽ അതുവരെ കണ്ട് പരിചിതമല്ലാത്ത ഒരു കഥാപാത്ര തലം കൂടി മലയാളി പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. ആന്റി ഹീറോ. ജി കൃഷ്ണമൂർത്തിയും വിൻസെന്റ് ഗോമസും കുട്ടപ്പായിയും കുഞ്ഞച്ചനും കണ്ണൻ നായരും രവിവർമ്മയും ടോണി കുരിശെങ്കിലും അടങ്ങുന്ന എത്രയോ ഉശിരൻ കഥാപാത്രങ്ങളെ കൊട്ടകയിലേക്ക് ഇറക്കിവിട്ട ഒരു എഴുത്തുകാരൻ. മലയാള സിനിമയിലെ എക്കാലത്തെയും മഹാനടന്മാരെ താരസിംഹാസനത്തിലേക്ക് പ്രതിഷ്ഠിച്ച തൂലികയ്ക്ക് ഉടമ. ഒരു തിരക്കഥാകൃത്ത് എന്നതിനോടൊപ്പം തന്നെ മനുവങ്ങളും അഥർവവും പോലെ വ്യത്യസ്തങ്ങളായ ചിത്രങ്ങൾ മലയാളിക്ക് സമ്മാനിച്ച സംവിധായകൻ. ഓർമ്മയിലെന്നും ഡെന്നീസ് ജോസഫ്. അഴകും ആകാരഭംഗിയും അതിലേറെ അഭിനയശേഷിയുമുള്ള ഒരു താരം. ഡെന്നീസ് ജോസഫിന്റെ തൂലികയിൽ നിന്നും ഒരു എവർഗ്രീൻ വില്ലൻ കഥാപാത്രത്തെ സ്വീകരിച്ചുകൊണ്ട് തന്റെ കരിയർ മാറ്റിമറിച്ച അഭിനേതാവ്. സ്നേഹപൂർവ്വം ഓർമ്മയിലെന്നും എന്നീ പരിപാടിയിലേക്ക് ആദ്യം സ്വാഗതം ചെയ്യുന്നു. എനിക്കും നിങ്ങൾക്കും ഒരുപോലെ പ്രിയപ്പെട്ട അഭിനേതാവ്, പ്രിയപ്പെട്ട ദേവേട്ടൻ. ദേവേട്ട, സ്വാഗതം. ഓർമ്മയിലെന്നും ഡെന്നീസ് ജോസഫ് എന്ന് പറയുന്ന ഈ പരമ്പരയിലേക്ക്. ദേവേട്ടന് ഒരുപാട് സിനിമകൾ, നിർമ്മാണം, അഭിനയം തുടങ്ങിയ മേഖലകളിലൊക്കെ പോകുന്നുണ്ടെങ്കിലും ഒരുപക്ഷെ മലയാളികൾ ഏറ്റവും കൂടുതൽ ആദ്യം ദേവേട്ടനെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിലും ഒരു കരിയറിലൊരു ബ്രേക്ക് ആവുന്നത് ന്യൂഡൽഹി എന്ന് പറയുന്ന ചിത്രത്തിലെ ശങ്കർ എന്ന് പറയുന്ന ഒരു വില്ലൻ കഥാപാത്രമാണ്. ദേവേട്ടൻ പുറമെ നമുക്ക് പരിചയമുള്ളൊരു ദേവേട്ടൻ വളരെ സൗമ്യനാണ്, വളരെ നല്ല മനുഷ്യനാണ്. എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ ആ സിനിമയിലെ അത്രയും ഒരു പ്രതിനായക സ്വഭാവമുള്ള കഥാപാത്രത്തിലേക്ക് എങ്ങനെയാണ് തെരഞ്ഞെടുത്തത്, എങ്ങനെയാണ് എത്തിയതെന്നൊക്കെ ഡെന്നീസ് സാറിനോട് ചോദിച്ചിട്ടുണ്ടോ ഇതുവരെ? അത് ഞാൻ ചോദിച്ചിട്ടില്ല. അത് എനിക്കും അത്ഭുതമാണ് വാസ്തവത്തിൽ. ഞാൻ അവിടെ എങ്ങനെ എത്തിപ്പെട്ടു എന്നുള്ളത് എനിക്ക് ഇപ്പോഴും ആലോചിച്ചാൽ ഒരു ഉത്തരം എനിക്കില്ല. ഞാൻ അന്നിങ്ങനെ ഈ മലയാള സിനിമാ വേദിയിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്ന എൻ്റെ അത് ഒരു ബാല്യകാല ചിത്രം എന്നൊക്കെ പറയാം. അഭിനയ ജീവിതത്തിന്റെ ബാല്യകാലത്തിൽ എനിക്ക് കിട്ടിയ ഒരു അവസരമാണത്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഡൽഹിയിലേക്ക് പോകുമ്പോൾ ഒരു സുപ്രഭാതത്തിൽ ഞാൻ അന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാനും വർമ്മച്ചേട്ടനൊക്കെ, ജഗന്നാഥ് വർമ്മ സാർ, അതെ, വർമ്മച്ചേട്ടനൊക്കെ കണ്ണൂർ ഒരു സിനിമയുടെ വർക്ക് എടുക്കാം. എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അത് ശശിയേട്ടൻ്റെ പടമാണ്. അവിടുന്ന് ഒരു കോള് വരുന്നു, നിങ്ങൾ രണ്ടുപേരും ട്രെയിൻ കയറി ചെന്നൈ വരിക, ചെന്നൈയിൽ ഒരു ഫ്ലൈറ്റ് എടുത്തിട്ട് ഡൽഹി വരിക. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും അവിടെ ചെല്ലുന്നു, ചെന്നൈ ചെല്ലുന്നു, ഫ്ലൈറ്റ് എടുത്തിട്ട് ഡൽഹി ചേരുന്നു. ഇത് എന്തിനാണെന്ന് നമുക്കറിയില്ല. ജോഷിയേട്ടന്റെ പടം അറിയില്ല. അല്ല, ജോഷിയേട്ടന്റെ പടമാണെന്നറിയാം, കഥാപാത്രം അറിയില്ല, എന്ത് പടമാണെന്നറിയില്ല, ഒന്നും അറിയില്ല. അങ്ങനെ ഞാൻ അവിടെ ചെല്ലുന്നു. അവിടെ ന്യൂഡൽഹിയിലെ ഒരു വലിയൊരു ഹോട്ടലല്ല, ഒരു മീഡിയം ലെവലിലുള്ള ഹോട്ടല്, എൻ്റെ ഒരു ഗൗരവ് എന്നുള്ള പറഞ്ഞൊരു ഹോട്ടല് ചെല്ലുമ്പോൾ അവിടെ ഞാൻ കാണുന്നത് സിദ്ദിഖ്, മോഹൻ ജോസ്, അങ്ങനെ കുറേ വിജയരാഘവൻ, കുറേ ആൾക്കാരൊക്കെ കൂടിയിരിക്കുന്ന ഒരു റൂം. അവിടേക്ക് ഞങ്ങൾ വരുന്നു. അതാണ് ഞങ്ങളുടെ ആദ്യത്തെ എൻട്രി. അപ്പം നമുക്കിതിനെപ്പറ്റി, റോളിനെ പറ്റിയിട്ടോ ഈ ക്യാരക്ടറിനെ പറ്റിയിട്ടോ ഒന്നും ഐഡിയ ഇല്ല. അങ്ങനെ 2-3 ദിവസം ഒരു വർക്കുമില്ലെന്ന് കാത്തിരിക്കുന്നു. സുഖമായിട്ട് താഴെ ഇറങ്ങുന്നു, പോകുന്നു, ഷോപ്പിംഗ് നടത്തുന്നു. ജോളി ആയിട്ടുള്ള ലൈഫാണ് ഡൽഹിയുടെ ഒരു അത്ഭുതം. ഡൽഹി. പിന്നെ ഞാൻ ആദ്യത്തെ ഷോട്ട് വരുന്നത് ഒരു ജയിലാണ്. ആ ജയിലിനകത്ത് എൻ്റെ എൻട്രി ജഗന്നാഥ വർമ്മ ചേട്ടൻ്റെ എൻട്രി ചെയ്യുന്നതാണ്. അതിന് വലിയ കാര്യമായിട്ട് എൻട്രി ഇങ്ങനെ വരുന്നു. അപ്പോഴും എനിക്ക് റോൾ അറിയില്ല, ഇതാണ് സംഭവം എന്നറിയില്ല. നീ എവിടെ പോയി അവിടെ നിൽക്കുക. അപ്പോൾ ജുബ്ബയൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഒരു വേഷമാണ്. അപ്പോൾ ഈ വലിയൊരു ഫോർട്ടാണ്,
ഈ ജയിലായിട്ട് വെച്ചിട്ട് കോട്ടയം. വലിയൊരു കോട്ടയാണ്. അപ്പോൾ കോട്ടയുടെ ആ ഗേറ്റിൽ നിന്നും ഞങ്ങൾക്ക് നടന്നു പോകണം. വലിയ ഷോട്ടാണ്. ജോഷിയേട്ടൻ അവിടെ അങ്ങ് അകലെ വലിയ ട്രോളി ക്രെയിനൊക്കെ വെച്ചിട്ടുള്ള ഷോട്ടാണ്. ഇങ്ങനെ വരുന്നു, ഭയങ്കര മ്യൂസിക്. ഇങ്ങനെ നീ എൻട്രിയാണിത്, സിനിമയിലത്തെ ഫസ്റ്റ് എൻട്രി ആണെന്ന് പറയുന്നു. അങ്ങനെ ഞാൻ അവിടെ നിന്ന് വലിയ സ്റ്റൈലായിട്ട് ഇങ്ങനെ നടന്നു വരുന്നു. അപ്പോഴും കഥാപാത്രം അറിയില്ല. അങ്ങനെ ചെല്ലുന്നു. അപ്പോൾ ഞാൻ ആദ്യം കാണുന്നത് ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. മമ്മൂട്ടീനെ കാണുന്നത് ഒരു സ്ഥലത്ത് മമ്മൂട്ടി ഇരിക്കുന്നുണ്ട്. മമ്മൂട്ടിയെ നോക്കിയപ്പോൾ മമ്മൂട്ടി ഇങ്ങനെ താടി വെച്ചു, നരച്ച താടിയും ഒരു പൊട്ടിയ കണ്ണാടിയൊക്കെ ഇട്ടിട്ട് ഒരാള്. അതാണ് മമ്മൂട്ടി എന്ന് പറയുന്നത്. അപ്പം മമ്മൂട്ടി, ഞാൻ പറഞ്ഞു ഈ ക്യാരക്ടർ ഇങ്ങനെയാണോ എന്നുള്ളതാണ്. ഈ ന്യൂഡൽഹി എന്ന സിനിമയിലെ മമ്മൂട്ടിയുടെ കഥാപാത്രം ഇതാണോ എന്നുള്ളൊരു സംശയം എനിക്ക് തോന്നി എൻ്റെ മനസ്സിൽ. കൃഷ്ണമൂർത്തി എന്ന് പറയുന്ന ജി കെ. അപ്പൊ അങ്ങനെ പിന്നെ അപ്പോൾ എൻ്റെ ഷോട്ട് കഴിഞ്ഞു. പിന്നെ അതിനകത്തുള്ള ഷോട്ടുകളാണ്. അപ്പോൾ അവിടെ എനിക്ക് ഏറ്റവും ഒരു ഇത് തോന്നിയെന്ന് വെച്ചാൽ ആ ഷോട്ട് മമ്മൂട്ടിയുടെ ഇൻട്രൊഡക്ഷനാണത്. ഫസ്റ്റ് ഷോട്ടാണ് ഈ സിനിമയിലെ, ന്യൂഡൽഹി എന്ന സിനിമയിലത്തെ മമ്മൂട്ടിയുടെ ഇൻട്രൊഡക്ഷൻ ഷോട്ടാണ്. അപ്പോൾ ഞാനങ്ങനെ വളരെ സൂക്ഷ്മമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് ഈ സംവിധാനത്തിൽ വലിയൊരു ഭ്രാന്തുണ്ടായിരുന്ന സമയമാണത്. അവിടെ ഒരു ഞാൻ ഓവർഹിയർ ചെയ്ത് കേട്ടതാണ്. ന്യൂഡൽഹി എന്ന സിനിമ കാണുന്ന ആ പ്രേക്ഷകൻ ആദ്യം മമ്മൂട്ടിയെ കാണേണ്ടത് വളരെ അവശനായ രീതിയിലുള്ള ഒരു ഷോട്ടായിരിക്കണം എന്ന് പറയുന്നത്. അത് ഞാൻ കേട്ടതാണ് കേട്ടോ. അങ്ങനെയാണ് അദ്ദേഹത്തിന് ഒരു സ്ഥലത്ത് ഒരു ഇത് കൊടുത്തിട്ടുണ്ട്, ഒരു പെയിന്റിങ് സാധനം കൊടുത്തിട്ടുണ്ട്, ഒരു ബ്രഷ് കൊടുത്തിട്ടുണ്ട്. മമ്മൂട്ടി അങ്ങോട്ട് തിരിച്ച് ഒരു മതില്, അതിലിങ്ങനെ വെച്ചിരിക്കുന്നു. ജോഷിയേട്ടൻ്റെ ക്യാമറ പിൻഭാഗത്ത് ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ ഞാൻ കാണുന്നത് എങ്ങനെയാണ്, ആ സിനിമയുടെ ഫസ്റ്റ് ഷോട്ടാണ്, നായകൻ്റെ ഫസ്റ്റ് ഷോട്ടാണ്. ഈസ് ദ ഹീറോ. അത് നമ്മൾ പ്രത്യേകം ആലോചിക്കണം. ജോഷിയേട്ടൻ അവിടെ നിൽക്കുന്നു, തിരിഞ്ഞു, മമ്മൂട്ടി ഇരുന്നിട്ട് കണ്ണട വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു പൊട്ടിയ കണ്ണടയാണ്. അതെ, ഇങ്ങനെ മുകളിൽ വെച്ചിട്ടുണ്ട്. എന്തോ വരയ്ക്കുന്നു. ബാക്ക് ഷോട്ടാണ്, ഇങ്ങനെ വരയ്ക്കുന്നു. അപ്പോൾ ജോഷിയേട്ടൻ പറഞ്ഞു, ആ നോക്ക് പിന്നില്ലേ നോക്ക്. അങ്ങനെ മമ്മൂട്ടി അങ്ങനെ നോക്കും. അപ്പം നമ്മൾ കാണുന്ന മമ്മൂട്ടി എന്ന് വെച്ചാൽ അവശ നിലയിൽ വയസ്സായി ശേഷിയില്ലാതെ നിൽക്കുന്ന ഒരു മനുഷ്യനാണ്. കാരണം കാലിന് എന്തോ ഒരു പ്രോബ്ലം ഉള്ളതായി തോന്നുന്നു. അതെ അതെ, നടക്കാനായിട്ട് പറ്റുന്നില്ല. അങ്ങനെ ഒരു സെന്റ്. ഇതാണ് ഫസ്റ്റ് ഷോട്ട്. ഇതാണ് ഞാൻ ഫസ്റ്റ് ഷോട്ട് കാണുന്നത്. നമുക്ക് ഇനി ഇരുന്ന് സംസാരിക്കാം. ഇരിക്കും.